തുടർച്ചയായി അവഗണന നേരിടുന്നതിനാൽ ഇക്കുറി വോട്ട് ബഹിഷ്കരിക്കാനൊരുങ്ങിയാണ് പാലമേട് കോളനി നിവാസികൾ. കൂടുതൽ വിവരങ്ങളുമായി പാലമേട് കോളനിയിൽ നിന്നും ശിവദാസ് കന്മനം ചേരുന്നു. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ജൂൺ 19-നാണ് വോട്ടെടുപ്പ്. ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. വനവാസികൾ ഉൾപ്പെടുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. മലയോര മേഖലയാണ്, കർഷകർ നിരവധിയുള്ള സ്ഥലം. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ മലയോര മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ വനവാസി മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, കാട്ടാന വന്യമൃഗശല്യം രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ വികസനപരമായ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ഇവിടെ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും തന്നെ ഇടത് വലത് മുന്നണികളൊന്നും തന്നെ കൃത്യമായി ഈ പ്രചാരണത്തെ കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ അവർ പ്രചാരണ വിഷയമായി ഉയർത്തി കാണിക്കുന്നില്ല. മതപരമായ വിഷയങ്ങളും അതോടൊപ്പം തന്നെ മറ്റു പല വിവാദ പ്രശ്നങ്ങളും മാത്രമാണ് അവർ പ്രചാരണത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് കൃത്യമായി തന്നെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിലെ എടക്കരയിൽ പാലമേട് എന്ന സ്ഥലത്താണ്. പാലമേട് കോളനിയിലാണ്. ഇവിടെ നമുക്ക് എനിക്ക് തൊട്ടപ്പുറത്ത് ഒരു ഫ്ലക്സ് കാണാം. ആ ഫ്ലക്സിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട്, വഴിവിളക്ക് ഇവിടെ ഇല്ല, ഈ വഴിവിളക്ക് കത്തിക്കാതെ ആരും ഇങ്ങോട്ട് വോട്ട് ചോദിച്ച് വരേണ്ടതില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ കോളനിയിൽ കഴിഞ്ഞ 5 വർഷത്തിലേറെയായി ഇവിടെ ഒരു വഴിവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് കത്തുന്നില്ല. അതിന് തൊട്ടപ്പുറത്ത് പോസ്റ്റിലെല്ലാം തന്നെ ഇത്തരത്തിൽ ലൈറ്റുകൾ ഉണ്ട്. ആ ലൈറ്റുകളൊന്നും തന്നെ കത്തുന്നില്ല. അതോടൊപ്പം തന്നെ നിരവധി സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അവരുടെ വീടുകൾ പലപ്പോഴും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പലർക്കും വീടുകൾ കിട്ടുന്നില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ? എന്തൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങളോട് എല്ലാവരും വോട്ട് ചോദിക്കാൻ വരും. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെയ്യാന്ന് പറയും. പിന്നെ ചില ആൾക്കാർ പറഞ്ഞാൽ ഇതിന് ഫണ്ടില്ല, അങ്ങനെയാണ് പറഞ്ഞ് ഇങ്ങനെ ഒരു വാഗ്ദാനം പറഞ്ഞ് അവരോട് പോവും. പിന്നെ ഈ ഭാഗത്തേക്ക് ആരുമില്ല, വരലുമില്ല, അന്വേഷിക്കില്ല, ഒന്നും ചെയ്യൂല. ഇതാണ് ഞങ്ങളെ നിർബന്ധം. അത് ഞങ്ങൾക്കിത് വേണം, അതുകൊണ്ട് ചെയ്തതാണ്. ഇതിന് ആരെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എടുക്കണമല്ലോ ഇത്, അതുകൊണ്ട് ചെയ്താൽ അതൊക്കെ. വോട്ട് ചെയ്യാൻ നിൽക്കണില്ല. എന്താ വെച്ചാൽ ഇവര് ഇലക്ഷൻ ടൈമിൽ വരിക, ഞങ്ങൾക്ക് ഇത് ലൈറ്റ് ഇട്ട് തരാം, ഇത് ചെയ്തു തരാം, പിന്നെ അംബേദ്കർ കോളനി ആക്കി തരാം, ഫ്ലാറ്റ് കെട്ടിത്തരാമെന്ന് പറഞ്ഞ് ഇവിടെ പ്രസിഡന്റും വാർഡ് മെമ്പറായ നമ്മളെ OTMs ഉണ്ട്. ഓരിതൊക്കെ പറഞ്ഞിട്ട് പോകുന്നല്ല. പിന്നെ ഒരു